എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ജലജ വീട്ടിൽ ഇങ്ങനെ ഒരു കൊച്ചുണ്ട് എന്ന് ഗോവിന്ദനെയും അനഘയൊക്കെ അറിയിക്കണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കേട്ട് മടുക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അതെ, ഇങ്ങനെ ഓരോന്നും പറയാനാണെങ്കിൽ എനിക്കും പറയാനറിയാം, തെളിവ് സഹിതം പറയാൻ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും നാറും. ഒരു മോഷണത്തിൻ്റെ കഥയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അതൊക്കെ ജലജയുടെ വായം അടയും. അന്നേരം ദേവേന ചോദിക്കും, മോഷണോ അതെന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് ജലജയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ അതിന് തക്കതായ തെളിവ് സഹിതമായിരിക്കും പറയുന്നത്. അതുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോഴേക്കും, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഇവളെ എൻ്റെ വായടപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണ് എന്ന് ജലജ പറയും. എന്നതാണേലും മിണ്ടാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് നയന അപ്പുറത്തേക്ക് പോവുകയാണ്. അന്നേരം ദേവേനെ പറയുന്നുണ്ട്, നയന പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ, അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവും അവളുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് നീ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ കാര്യമായിരിക്കും അവൾ പറഞ്ഞത്. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നതായിരിക്കും കേട്ടോ നിനക്ക് നല്ലതെന്ന് ദേവേനെ പറയും. അന്നേരം ജലജ പറയും, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, എൻ്റെ വായടുപ്പിക്കാൻ വേണ്ടി അവൾ എന്തോ വിളിച്ചു പറഞ്ഞതാണ് എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയും, മോൾ അങ്ങനെ ഇല്ലാത്ത കാര്യമൊന്നും പറയുകയില്ല എന്ന്. അന്നേരം ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ജലജ മനസ്സിലോർക്കുക, നിങ്ങളുടെ മോൾക്ക് നല്ല ഒന്നാന്തര അക്കേട് പറ്റിയിട്ടുണ്ട്, അത് മിണ്ടാതെയാണ് അവൾ നടക്കുന്നത് എന്നിങ്ങനെ ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ മനസ്സിലോർക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയാണ്. അഭി ആ സ്വർണ്ണം, മുത്തശ്ശി കൊടുത്ത സ്വർണ്ണം ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ടാണ് നവിയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നത്. അത് കാണുന്നത് ഭയങ്കര സന്തോഷമാണ് നവിക്ക്. ഇതെന്താടാ എന്നൊക്കെ പറഞ്ഞ് തുറന്നു നോക്കുക. അന്നേരം അഭി പറയുന്നുണ്ട്, ഇതൊക്കെ അണിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് വീട്ടിലോട്ട് വരണമെന്നാണ് മുത്തശ്ശി പറഞ്ഞത് എന്ന് പറയുമ്പം നവിയെ തുറന്നു നോക്കുകയും ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള മുത്തശ്ശിമാരെല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്ത് ഭാഗ്യമാണെന്നൊന്ന് ഓർത്ത് നോക്കി, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, സ്വർണം കണ്ടാൽ മാത്രമേ നിൻ്റെ മുഖത്ത് ഇത്രത്തോളം സന്തോഷം വരുള്ളൂ എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ, എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ്, സ്വർണത്തിന് കൈവേഷം കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികൾക്ക്, അതുകൊണ്ട് സ്വർണം തരുന്ന എല്ലാവരും അവർക്ക് ഇഷ്ടമായിരിക്കും എന്ന് പറയുക. അന്നേരം അഭി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഈ സ്വഭാവമൊന്നും നിൻ്റെ അനിയത്തിക്കില്ലല്ലോ എന്ന്. അന്നേരം അഭി പറയും, അവളൊരു പഴഞ്ചനല്ലേ, അതുകൊണ്ടല്ലേ ഭർത്താവ് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അതും മൂടി വെച്ചുകൊണ്ട് നടക്കുന്നത്, ഞാനാണെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്ന് പറയും. അന്നേരം അഭി ഒരു പരീക്ഷണാർത്ഥം ഇങ്ങനെ ചോദിക്കുവാണ്, ആ സ്ഥാനത്ത് ആദർശേൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ എന്ന്. അന്നേരം നവ്യ പറയും, സംശയമുണ്ടോ, നിന്നെയും ആ കൊച്ചിനെ ഞാൻ വെട്ടിക്കൊന്നേനെ എന്ന് പറയുവാണ്. അന്നേരം അഭിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നതുകൊണ്ട് പിന്നീട് അതിനെക്കുറിച്ച് വലിയ വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഏട്ടൻ ആദർശവാനായ ആദർശേട്ടൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ആദർശേട്ടൻ ഇന്ന് വന്നിട്ടില്ല എന്ന് പറയും. അന്നേരം വരാതിരുന്ന നന്നായി, ഇനി ഞാൻ അങ്ങേരെ പണ്ടത്തെ പോലെ റെസ്പെക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, അവൾ വേണമെങ്കിൽ സ്നേഹിച്ചോട്ടെ, പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറയും. എന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ ഇതുപോലത്തെ ഒരു പരിപാടി ചെയ്തതുകൊണ്ട് ഇനിയിപ്പം ആദർശേട്ടന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുകയല്ലോ മുത്തശ്ശൻ, നിനക്ക് എന്തൊക്കെയോ സ്ഥാനക്കയറ്റം തരാം എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ എന്തായടാ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ എന്താകാനാ, അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എന്നിട്ടും ആദർശേട്ടന് ഇതുവരെ യാതൊരു സ്ഥാനചലനവും ഇല്ല, ആദർശേട്ടനെ ഇപ്പോഴും മുത്തശ്ശൻ ചേർത്ത് പിടിക്കുന്നുണ്ട്, അതാണ് എനിക്ക് മനസ്സിലാകാത്തതെന്ന് പറയുമ്പം നവി പറയുന്നുണ്ട്, അവരെന്തെങ്കിലും ചെയ്യട്ടെ, പിന്നെ നമുക്കിപ്പോൾ ഒന്നും തന്നില്ലെങ്കിൽ ഉള്ളതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് അങ്ങ് ജീവിക്കാം, ഒരുപാടുണ്ടായിട്ട് ഇതുപോലത്തെ മനസ്സമാധാനക്കേട് ഉണ്ടാകുന്നതിലും ഭേദമല്ലേ എന്ന് പറയുവാണ്. അത് അഭിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നീട് നന്ദുവിന് ട്രെയിനിങ് ക്യാമ്പാണ് കാണിക്കുന്നത്. അവർ രാവിലെ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേക്കും നമ്മുടെ വേണുവിൻ്റെ ഒടിഞ്ഞ കൈയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ കൈയൊക്കെ ആയിട്ട് ട്രെയിനർ അങ്ങോട്ട് വരുവാണ്. അന്നേരം ഇയാളെ കാണുന്നത് നന്ദുവിനും അതുപോലെ തുഷാരയ്ക്കൊക്കെ ചിരി വരുന്നുണ്ട്. എന്നിട്ട് അവർ ചോദിക്കും, എന്ത് പറ്റിയതാ സാറേ കഴിക്കുന്ന? അന്നേരം അതൊന്നും ബൈക്കിൽ നിന്ന് വീണതാണ് എന്ന് പറയും. അന്നേരം തുഷാരയുടെ മുഖത്തെ ആ പുഞ്ചിരി കാണുമ്പോൾ, എന്താ നിൻ്റെ മുഖത്തൊരു ചിരി, അധ്യാപകനെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കുന്ന അത്ര ശരിയല്ല എന്ന് പറയുമ്പോൾ, ഇല്ല സാർ, ഞങ്ങളങ്ങനെ സന്തോഷിച്ചൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് എന്നത്തെ പോലെ തന്നെ നന്ദുവിന് പിന്നെയും പണി കൊടുക്കുന്നുണ്ട്, കൂടുതൽ എക്സസൈസ് ചെയ്യാനൊക്കെ കൊടുക്കുക. എന്നിട്ടിങ്ങനെ മനസ്സിലോർക്കുവാണ്, നിനക്കുള്ള പരീക്ഷണം വരുന്നേ ഉള്ളടി, ഒന്നും ആയിട്ടില്ല എന്ന്. പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും ജലജയൊക്കെ തന്നെയാണ്. ഗോവിന്ദൻ പറയുന്നുണ്ട്, ഏതായാലും അഭികൂടി ഇങ്ങനെ മാറിയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി, വിവാഹശേഷം ഇതുപോലെ സങ്കടപ്പെട്ട അച്ഛനും അമ്മയും വേറെ ലോകത്ത് കാണിയില്ല, ഏതായാലും ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിലായല്ലോ, അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ജലജ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഒരാൾ നന്നാകുമ്പോൾ വേറൊരാൾ അതിനേക്ക് കൂടുതൽ നന്നാകും, അത് അവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ, അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം അഭി അവിടെ നിൽപ്പുണ്ടായിരുന്നേ. അന്നേരം അഭി പറയുന്നുണ്ട്, അമ്മയ്ക്ക് എപ്പോഴെങ്കിലും വായിന്ന് നല്ലത് വരുമോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറയുന്നതാണല്ലോ കുഴപ്പം എന്നിങ്ങനെ പറയുക. അന്നേരം ദേവേന് പറയുന്നുണ്ട്, ഈ പറഞ്ഞു തന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നീ ഒക്കെ ഇങ്ങോട്ട് വന്നത് കുഞ്ഞിനെയും അമ്മയും കൂടി കൂട്ടിക്കൊണ്ട് പോകാനാണെങ്കിൽ ആ ചടങ്ങ് നടത്തണം, അല്ലാതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞ് ദേവയാനി ജലജനെ വഴക്ക് പറയുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല,
അറിയില്ല. ഞാൻ ആദർശ് മോനെ വിളിച്ചായിരുന്നു ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിച്ചു. അന്നേരം മോൻ എന്തോ തിരക്കിലായിരുന്നു, പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഞാൻ പിന്നെ വരാം അച്ഛാന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട് അവൻ ഇനി എല്ലാവരുടെയും ഫോൺ കട്ട് ചെയ്യത്തേ ഉള്ളൂ, കൂടുതൽ സംസാരിക്കാൻ നിൽക്കത്തില്ല എന്ന്. അന്നേരം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഗോവിന്ദൻ ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണ്. അന്നേരം ജാനകി പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച് ഇവിടെ കുളവാക്കാൻ നിൽക്കണ്ട. എൻ്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ഭാര്യയായെന്നാൽ എനിക്ക് പ്രശ്നമില്ല, അത് അവർ പരിഹരിച്ചോളും. അവൻ്റെ കാര്യം ഓർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല, അവൻ്റെ കാര്യം നോക്കാൻ വീട്ടിൽ വേറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് ദേവയാനി ദേഷ്യപ്പെടുന്നുണ്ട്. അന്തേയും അങ്ങോട്ട് നയനയും കനകയും ഒക്കെ വരുന്നുണ്ട്. വന്നു കഴിയുമ്പോഴേക്കും നയന പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല, ഏതായാലും ചേച്ചിയും കൊച്ചിനെയും കൊണ്ട് പോകാനുള്ള സമയമായില്ല, ഇനി നമുക്ക് ആ കാര്യങ്ങൾ അങ്ങ് നടത്താം എന്ന് പറയുമ്പം എങ്കിൽ ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ജാനകി പറയുവാണ്. നിങ്ങളുടെ ഇളയ മോളുണ്ടല്ലോ, അവൾ പോലീസ് ക്യാമ്പിലേക്ക് പോയി കഴിയുമ്പം സ്വൈര്യമുണ്ട് എന്നോർത്തായിരുന്നു എൻ്റെ മരുമോളെ എൻ്റെ വീട്ടിലിരുന്നത്. പക്ഷേ ഇപ്പോഴും അവനും അവളും തമ്മിൽ സംസാരിക്കുന്നുണ്ട്, അതിൻ്റെ പേരിൽ അവൾ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കാറുമുണ്ട് എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് അങ്ങനെ എപ്പോഴും എൻ്റെ മോളെ തന്നെ കുറ്റം പറയുമ്പോൾ ഒരു കാര്യം അറിയുന്നത് നല്ലതാണ്. ഞാൻ ഇന്നാൾ മാർക്കറ്റിൽ പോയപ്പം അനാമിക ഒരു ആൺചെറുക്കൻ്റെ കൂടെ ബൈക്കിൽ ഒട്ടിയിരുന്ന് പോകുന്ന കണ്ടു എന്ന് പറയും. അന്തേക്കും ജലജ അയ്യോ അതിന് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരുമിച്ച് ബൈക്കിൽ പോകുന്നത് വലിയ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ തെറ്റൊന്നുമില്ല, പക്ഷെ ആ ഇരിപ്പിന് ഒരു സഭ്യത വേണമെന്ന് പറയുക കേട്ടോ. അന്തേക്കും ജാനകിക്ക് ഇഷ്ടപ്പെടില്ല. ഓ നിങ്ങളുടെ മോളെ കുറ്റം പറഞ്ഞപ്പം എൻ്റെ വായടുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ നിങ്ങളിതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമല്ല ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് കനക പറയും. അന്തേക്കും അഭി അതിനിപ്പോൾ അനാമികയെ തെറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലമ്മേ, അനിയുടെ സ്വഭാവം അതാണ്. അനാമിക എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും അവൻ പിന്നെയും നന്ദുവിൻ്റെ പുറകെ നടക്കുമല്ലേ, അതിൻ്റെ വാശിക്ക് അവൾ ഓരോന്ന് ചെയ്യുന്നതായിരിക്കും, ഇങ്ങനെ അവനെ മാറ്റാൻ പറ്റുള്ളൂ എന്ന് അനാമിക മനസ്സിൽ ഓർത്ത് കാണും എന്നൊക്കെ ഇങ്ങനെ അഭി പറയുക. അന്തേക്കും അതാകാനേ തരമുള്ളൂ എന്ന് ജാനകി പറയുന്നുണ്ട്. അന്തേക്കും നവ്യ കൊച്ചുമായിട്ട് അങ്ങോട്ട് വരും. അന്നേരം ജാനകി ഓ അമ്മ തന്ന സ്വർണ്ണമൊക്കെ ഇട്ട് കൊച്ചിൻ്റെ അമ്മയെ അങ്ങ് സുന്ദരി ആയല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം ജലജ ഇങ്ങനെ മോളെയും കുഞ്ഞിനെയും ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേ സ്വർണ്ണമൊക്കെ തരേണ്ട നിൻ്റെ വീട്ടിൽ നിന്നാ എന്നിങ്ങനെ പറയും കേട്ടോ. അന്നേരം നവ്യയ്ക്കത് ഇഷ്ടപ്പെടുകയില്ല. അന്നേരം നവ്യ പറയുന്നുണ്ട് അതെ എൻ്റെ അച്ഛനും അമ്മയും ഇത്തിരി ബുദ്ധിമുട്ടിലാണ്, അവർ പാപ്പര, അതുകൊണ്ട് അവർ സ്വർണ്ണമൊന്നും തന്നില്ല, അതറിഞ്ഞാണ് മുത്തശ്ശി എനിക്ക് സ്വർണ്ണം തന്നു വിട്ടത്, അതുകൊണ്ട് ആ സ്വർണ്ണം ഞാൻ ആർക്ക് തരാനും പോകുന്നില്ല, ഇതിൻ്റെ പേരിൽ ആരും വിഷമിക്കാനും നിൽക്കണ്ട എന്ന് പറയുക. ഇത് കേൾക്കുന്ന ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന അനന്തപുരിയാണ്. അവിടെ മുത്തശ്ശിയും ആ ജയനും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. ആദർശിൻ്റെ കാര്യം തന്നെയാണ്. ആദർശ് തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അന്ന് ആ വീട്ടിൽ മരിച്ചു, അനഘ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ചെന്നപ്പോൾ എങ്ങനെയാണ് അവിടെ ആദർശിൻ്റെ ഫോട്ടോ കണ്ടത്, അതുപോലെ മോൾ എന്താണ് ആദർശിനെ അച്ഛ എന്ന് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരവും മുത്തശ്ശി പറയുന്നുണ്ട് ആദർശിൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെ ഒരു തെറ്റ് അവൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, ഇനിയിപ്പോൾ ഇവിടെ സംശയിക്കാനുള്ളത് അഭിയാണ് എന്ന് പറയുമ്പം അജയൻ പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്, അവനാണോ ഇതൊക്കെ ഒപ്പിച്ചെന്ന് ആർക്കറിയാം എന്നിങ്ങനെ അജയനും പറയുന്നുണ്ട്. ഏതായാലും അവിടുന്ന് എല്ലാവരും വരുമ്പോൾ ഈ രീതിയിലൊന്നും സംസാരിക്കേണ്ട എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇനി അഭിയാണ് എന്നുള്ള നമ്മുടെ സംശയം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇനി അടുത്ത് വഴക്കുണ്ടായാലോ, അതുകൊണ്ട് അങ്ങനെയൊന്നും അവരുടെ മുമ്പ് വെച്ച് സംസാരിക്കേണ്ട എന്ന് അജയനോട് മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരണിന് ആദർശിനെ കാത്തു നിൽക്കുന്നു. ആദർശ് ചെല്ലുവാണ്. DNA ടെസ്റ്റ് റിസൾട്ട് വന്നു കേട്ടോ. വരുന്നത് ആദർശ് ചോദിക്കും എന്തായടാ റിസൾട്ട് എന്ന് ചോദിക്കുമ്പം നീ അല്ല കൊച്ചിൻ്റെ അച്ഛൻ എന്ന് പറയും. അന്നേരം ആദർശ് പറയും അതിൻ്റെ അകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല, അതെനിക്കറിയാമായിരുന്നു, കൊച്ചിൻ്റെ അച്ഛൻ അഭിയാണോ എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പം അതെ അവനാണ് എന്ന് പറയും. എന്നിട്ട് കിരൺ പറയുന്നുണ്ട് അന്ന് ആ മരണ വീട്ടിൽ നിൻ്റെ ഫോട്ടോ തൂക്കിയത് അവനാണ് ഈ ഡ്രാമ മൊത്തം കളിച്ചത് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് അവനെ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു, അവൻ ചെയ്ത ഇത്രയും വലിയ തെറ്റ് എൻ്റെ തലയിലിട്ടിട്ട് അവനിപ്പം തലയുയർത്തി പിടിച്ച് നടക്കുവാണ്, എന്നിട്ട് അവൻ്റെ ഭാര്യയും കൊച്ചിനെയും വിളിക്കാൻ വേണ്ടി പോയേക്കുക, അവൻ വിളിച്ചോണ്ടിങ്ങ് വരട്ടെ, അവൻ്റെ സുക്കടി ഞാൻ തീർത്തു കൊടുക്കുക എന്നിങ്ങനെ ആദർശ് പറയുക. അന്നത്തേക്കും കിരൺ പറയുന്നുണ്ട് എടാ നീ എടുത്തു ചാടരുത്, നബിക്കും ഒരു ജീവിതം ഉള്ളതാണ്, നീ അബിക്കിട്ട് കൊടുക്കുമ്പം അതിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വരുന്നത് നവ്യയായിരിക്കും, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് ആലോചിച്ചിട്ട് നീ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും എനിക്കിത് മുത്തച്ഛനോട് പറയണം, അതുകൊണ്ട് മുത്തച്ഛനെ അറിയിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറയും. ഇടയ്ക്ക് വിളിക്കണമെന്ന് കിരൺ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് പിരിയുക. പിന്നീട് മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശി ചന്തുമോളെ മുത്തശ്ശിയുടെ മുറി കൊണ്ട് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തിരുത്തും. എന്നിട്ട് പറയുന്നുണ്ട് മോൾ ഉടനെ ഒന്നും താഴോട്ട് വരണ്ട കേട്ടോ, അവരെല്ലാവരും വന്നു കഴിയുമ്പോഴേക്കും മോൾക്ക് ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് മോൾ ഇവിടെ ഇരുന്ന് കളിച്ചു, മോളെ ഞങ്ങൾ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നോളാം എന്നൊക്കെ പറയുമ്പം കുഴപ്പമില്ല ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് മോൾ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും മോൾക്ക് ചെറിയ വിഷമമാണ്. പിന്നീട് മുത്തശ്ശനുമൊക്കെ താഴെ ഹാളിൽ തന്നെയുണ്ട്. അവിടെ സ്വീകരിക്കാനുള്ള വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അവരെല്ലാവരും കാത്തിരിക്കുവാണ്. അന്തേക്കുമാണ് അങ്ങോട്ടേക്ക് അവരുടെ
ആ പൂജാരി ഉണ്ടല്ലോ, ജ്യോത്സ്യനുണ്ടല്ലോ, അങ്ങേര് വരുവാണ്. വന്ന് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഒരുപാട് നാളായാലും ഇങ്ങോട്ട് വന്നിട്ട് എന്ന്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, ഇന്നാണല്ലോ ഈ കുടുംബത്തിൻ്റെ അടുത്ത അനന്തരാവകാശിയായിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നാൽ ശരിയാകുകയില്ലല്ലോ, അതുകൊണ്ടാണ് വന്നത് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, വരാതിരിക്കാൻ പറ്റത്തില്ല, ഇനി കുറേ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അന്നേരം അങ്ങേര് മുത്തശ്ശനോട് ചോദിക്കുവാണ്, ഇവിടുത്തെ കൊച്ചുമോൻ എന്താ സംഭവിച്ചത് എന്ന്. അന്നേരം എന്താ ആദർശിൻ്റെ കാര്യമാണോ, എന്താ അവനെന്താ സംഭവിച്ചതെന്ന് തിരിച്ചു ചോദിക്കുക. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, എന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആദർശ് വിളിച്ചായിരുന്നു, വിളിച്ചിട്ട് സമയം നോക്കണം ആദർശിൻ്റെ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ആദർശിന് ഇപ്പം കണ്ടകശനിയാണ്, അപവാദം കേൾക്കും, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതുകൊണ്ട് ശിവനെ പോയി തൊഴണം, അതുപോലെ അയ്യപ്പൻ്റെ അടുത്ത് നീലാഞ്ജനം കഴിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ശനിയുടെ മുമ്പിൽ ശിവന് പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല, പക്ഷേ ഭക്തനെ അദ്ദേഹം അങ്ങനെ കൈവിടിയല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് DNA ടെസ്റ്റ് റിസൾട്ടുമായിട്ട് കയറി വരുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.